അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ നല്ല തിരക്കായിരുന്നു. 2-3 ദിവസമായിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെണ്ണീറൊക്കെ വാരി അടുപ്പൊക്കെ കത്തിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ആദ്യം വെക്കുന്നുണ്ട് മൺകുടുക്കയിൽ. ഇന്ന് നമ്മൾ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓണമൊക്കെ അല്ലേ, അപ്പോൾ അറിയുന്ന റെസിപ്പി ആയിരിക്കും എല്ലാവർക്കും. പറയാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങാപ്പാലൊന്നും ഇല്ലാണ്ട് നമ്മൾ സാധാരണ പാലിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പായസമാണ്. സാബുനരി ക്യാരറ്റ് പായസമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. ചിലർ പറയാറുണ്ട് തീ കത്തിക്കിട്ടാനുള്ളൊരു പാട് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ തീ കത്തിക്കിട്ടാൻ വലിയ പാടൊന്നുമില്ല. മണ്ണെണ്ണ ഒന്നും ഒഴിക്കാണ്ട് നമുക്ക് തീ കത്തിച്ചെടുക്കാം. കടലാസ് കത്തിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ചകിരിപ്പൊളിയോ, കടലാസ് ആദ്യം കത്തിക്കുക, എന്നിട്ട് ചെറിയ ചുള്ളൽ ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ കത്തി പിടിക്കുന്ന സമയത്ത് വലിയ വിറക് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കി എടുക്കുകയാണ്. ഞാനിതവിടെ ഒരു 1/4 കിലോത്തിനേക്കാൾ ഇത്രയും കൂടി കൂടുതലുണ്ട് കേട്ടോ ശർക്കര. അപ്പോൾ 1/4 കിലോ സാബുനരി വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പായസത്തിന് എന്തായാലും ഇത്തിരി മധുരം വേണമല്ലോ. അപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് പിന്നെ നമുക്ക് സാബുനരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ സാബുനരി കുതിർക്കാൻ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പായസം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നു മാത്രം. നമ്മൾ ഒരുപാട് ടൈം ഗ്യാപ്പ് ഇട്ടിട്ടല്ലല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എടുക്കുന്നതല്ല. അപ്പോൾ അത് ഞാൻ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ പായസമൊക്കെ ഉണ്ടാക്കിയെടുത്തത്, ചോറൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ ശർക്കരയൊക്കെ ഉരുക്കിയെടുത്ത് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കരയൊക്കെ ഉരുക്കി വെച്ച് പിന്നെ അപ്പോഴേക്ക് സാബുനരിയൊക്കെ ഒന്ന് അങ്ങോട്ട് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു 1/4 മണിക്കൂർ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ പായസം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പായസം അടിപൊളി ടേസ്റ്റുള്ള ഒരു പായസമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമെന്നല്ല, അതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളൂ. ഒരിക്കൽ ശർക്കര നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. തീ നന്നായിട്ട് കത്തും കേട്ടോ. വിറക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കത്തിപ്പിടിക്കും. പിന്നെ നമ്മൾ വേഗം നമുക്ക് ആക്കിയെടുക്കാം. കറിക്കുള്ളതൊക്കെ റെഡിയാക്കി അരിഞ്ഞവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ഊറ്റി വെക്കുമ്പോൾ തന്നെ നമുക്ക് കറിക്കുള്ളത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ മണ്ണിൻ്റെ അടുപ്പാണെന്ന് വിചാരിച്ചിട്ട് തീ ചൂടിനൊന്നും കുറവുണ്ടാവില്ല. പിന്നെ ഒരുപാട് സമയമൊന്നും ചൂട് നിൽക്കില്ല കേട്ടോ. ഇങ്ങനത്തെ അടുപ്പാണിത്. അപ്പോൾ നമ്മൾ സാബുനരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉരുളിയിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാബുനരി നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും, എന്നാലൊരു സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ വേവുന്ന ആ ഒരു പാകം എല്ലാവർക്കും അറിയാമല്ലോ. ഒരു കൊഴുപ്പാകുന്നത് വരെ ആ കൊഴുപ്പായിട്ട് വരണത്, എന്നാലാണ് ആ ഒരു വേവുന്ന ആ ഒരു പാകം എന്ന് പറയും, വെന്ത് കിട്ടുന്ന ആ ഒരു പാകം. ഇനി ഞാനിതാ 2 ക്യാരറ്റേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാബുനരി ഒരു 1/4 വേവായ സമയത്താണ് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി ഇനി ഒന്നിച്ചങ്ങോട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാട്ടോ ഇടയ്ക്ക്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. സാബുനരി അതുകൊണ്ട് തന്നെ ഏകദേശം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം കൂടി ഞാനൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മൂടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്യാരറ്റും ക്യാരറ്റിൻ്റെ ആ ഒരു കളറും ഒക്കെ സാബുനരിയിലൊന്ന് ആയിട്ടുണ്ട്, ഒരു യെല്ലോ ഷെയ്ഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ഈ ഒരു ഭാഗം, ഈ ഒരു സ്റ്റേജ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കാം. ശർക്കര ഞാൻ മൊത്തത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കിലോ ശർക്കരയും പിന്നെ ഒരു 2 അച്ച് ശർക്കരയും കൂടി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് അങ്ങനെ ഒരു കുത്തുന്ന ആ ഒരു മധുരമില്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു മധുരം ഉണ്ടാവും. ശർക്കരയും കൂടി ഒരുക്കി ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ക്യാരറ്റിലും സാബുനരിയിലൊക്കെ മധുരമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീടാണ് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. തേങ്ങാപ്പാലൊന്നുമല്ല കേട്ടോ, സാധാരണ പശുവിൻ പാലിലാണ് പായസം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ. അങ്ങനെ പിന്നെ നമ്മൾ ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തം
ഏലക്ക പൊടിച്ചതല്ല കേട്ടോ, നമ്മൾ പഞ്ചസാരയും കൂടി കൂട്ടിയിട്ടാണ് ഏലക്കായ പൊടിച്ചെടുക്കുന്നത്. പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് പൊടിച്ചെടുക്കാൻ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. ആ തോലിയൊന്നും അങ്ങനെയാണ്ട് കിടക്കാതെ പൊടിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമ്മളിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. പാൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഞാനിവിടെ ഒരു 3.5 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു 150 മില്ലി കപ്പിന് 1 കപ്പ് പാലാണ്. അങ്ങനെ 3 കപ്പ് പാൽ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. പിന്നെ നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് വറുത്തിട്ടാൽ മതി. അതിന് മുന്നേ ഞാൻ ഇത്തിരി മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ഓപ്ഷനിലാണ്. ഞാൻ ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് പായസത്തിനുണ്ടാവും. അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒട്ടും നിർബന്ധമില്ല ചേർക്കണമെന്നൊന്നും, അല്ലാത്തതിൻ്റെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പായസമൊക്കെ തിളച്ച് അങ്ങനെ സെറ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്കിത് അടുപ്പിൽ നിന്ന് അങ്ങോട്ട് വാങ്ങി വെക്കാം. പിന്നെ ഞാൻ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിട്ടതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്.